അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ അവസാന 10 പിന്നിടുന്ന ഈ ഒരു സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ബാക്കിയുള്ളതിൽ അനുഗ്രഹം ചെയ്യുകയും കഴിഞ്ഞു പോയത് റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന ആത്മാർത്ഥമായ ദുആ നമ്മൾ അള്ളാഹുവിനോട് ദുആയിരക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇനിയുള്ളത് നന്നായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വരുന്നത്, ബാബുർ റയ്യാനിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മൾ അവസാനമായി എത്തി നിൽക്കുന്നത് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കൊണ്ടുപോകൽ, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞ് ഖബറടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുമ്പോഴും പാലിക്കേണ്ടുന്ന മര്യാദകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമസ്കാരം എന്നത് ഒരു മുസ്ലിമായ ഒരു മയ്യത്ത് ആണെങ്കിൽ ആ മയ്യത്തിന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യമായ, സമൂഹത്തിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മയ്യത്ത് നമസ്കരിക്കുക എന്ന് പറയുന്നതിന്റെ പ്രത്യേകമായ ഹുക്കുമ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു മുസ്ലിമായ മനുഷ്യനാണ് എങ്കിൽ അവർക്ക് നമ്മൾ മയ്യത്ത് നമസ്കരിക്കണം. അതിൽ നിന്ന് ഒഴിവുള്ളത് ഷഹീദിന് മാത്രമാണുള്ളത്. അതിൽ നിന്ന് ഒഴിവുള്ളത് ഷഹീദിനാണ്. കാരണം ഷഹീദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ആദ്യ തുള്ളി രക്തം നിലത്തിറ്റി വീഴുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സ്വർഗം ഉറപ്പായി കഴിഞ്ഞു. നമ്മുടെ ആരുടെയും ഷഫാഅത്ത്, ആരുടെയും പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തിന് ആവശ്യമില്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചതാണ്. അത് വലിയൊരു മഹത്വമാണ്. അതുകൊണ്ട് തന്നെ ആ ഷഹീദിനു വേണ്ടി നമസ്കരിക്കൽ നിർബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒന്ന്, നമസ്കരിക്കൽ നിർബന്ധമില്ലാത്തത് പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികളാണ്. അവർക്കും ഷഹീദിനും നമസ്കരിക്കൽ സുന്നത്താണ്. ഷഹീദിനും നമസ്കരിക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും നമസ്കരിക്കൽ നല്ല സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഷഹീദല്ലേ എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് നിസ്കരിക്കണ്ട എന്ന് നമ്മൾ ഒഴിവാക്കരുത്. മറിച്ച് നമസ്കരിക്കുക തന്നെ വേണം. അങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മൾ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, ഷഹീദിനാണ് എങ്കിൽ നമസ്കരിക്കുമ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്നാൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ്, പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, വത്തിഫുലു ഔസിഖത്തു, ചെറിയ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച കുട്ടിയാണെങ്കിൽ വരെ, 4 മാസം കഴിഞ്ഞിട്ട് പ്രസവിച്ച കുട്ടി, അത് പ്രസവിക്കുന്ന സമയത്ത് ജീവനുണ്ടെങ്കിലും ജീവനില്ലെങ്കിലും 6 മാസത്തിലും 7 മാസത്തിലും 5 മാസത്തിലും ഒക്കെ പ്രസവിക്കുന്ന കുട്ടി ജീവനില്ലാതെ പ്രസവിച്ചതാണ് എങ്കിലും നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് അപ്പൊ പിന്നെ എന്തായാലും ജീവനോടുകൂടി ജനിച്ച് ഒരല്പം സംസാരിക്കുന്ന, അതേപോലെ തന്നെ 1, 2, 3, 4 ഒക്കെ വയസ്സെത്തിയ കുട്ടികൾക്ക് എന്തായാലും നിസ്കരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമസ്കരിക്കണം. അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസല്ല അലൈഹി, അവർക്ക് വേണ്ടി നമസ്കരിക്കണം. വയുദ്ആ ലിവാലിദൈഹി, ആ കുട്ടിയുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ബിൽ മഗ്ഫിറതി വറഹ്മതി, റബ്ബേ വളരെ വലിയൊരു പരീക്ഷണമാണ് ആ കുട്ടി മരിച്ചത് അവരുടെ മാതാപിതാക്കൾക്ക്. അവർക്ക് നീ അതിന്റെ പേരിൽ പുറത്തു കൊടുക്കണേ, അവരോട് കാരുണ്യം ചെയ്യണേ, അവർക്ക് ക്ഷമിക്കാനും അതേപോലെ തന്നെ ആ ഒരു ക്ഷമയിലൂടെ സ്വർഗം നേടാനുമുള്ള തൗഫീഖ് നീ അവർക്ക് നൽകണേ എന്നൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നമസ്കാരത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് അയാൾക്ക് വേണ്ടി ഒരാളും നമസ്കരിക്കാനില്ലാത്ത ഒരു സ്ഥലത്താണ് മരണപ്പെട്ടിട്ടുള്ളത്. വേറെ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും അവസ്ഥയിലൊക്കെ മരണപ്പെട്ടതാണ്. അയാൾക്ക് വേണ്ടി ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ
മരണപ്പെട്ട ഒരാളാണ് എങ്കിൽ നമ്മൾ അയാൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ, അയാളുടെ മരണവാർത്ത അറിഞ്ഞ മുസ്ലിങ്ങൾ നമസ്കരിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ആ മയ്യത്ത് നമ്മുടെ മുന്നിൽ എത്തിയിട്ടില്ല എങ്കിലും അയാൾക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല അലാ അസ്ഹമതൻ നജ്ജാഷിയ ഫകബ്ബറ അലൈഹി അർബഅ. നജ്ജാഷിയുടെ പേരാണ് അസ്ഹമ എന്ന്. നജ്ജാഷി രാജാവ് എന്ന് നമ്മൾ പറയലുണ്ടല്ലോ. എത്യോപ്യ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു രാജാവാണ് നജ്ജാഷി എന്നത്. അവരുടെ കുടുംബ പേരാണ്. ഇപ്പൊ നമ്മൾ ഫറോവ എന്നൊക്കെ പറയുന്നത് പോലെ നജ്ജാഷി എന്നത് അവരുടെ ഒരു കുടുംബ പേരാണ്. ഓരോ നജ്ജാഷിക്കും ഓരോ ശരിക്കുള്ള പേരുണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് അസ്ഹമ എന്നായിരുന്നു. ഈ അസ്ഹമ മുസ്ലിമായ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇസ്ലാം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഭരണം നടത്തിയിരുന്നത്. എങ്കിലും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം ആയതുകൊണ്ട് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ അദ്ദേഹം മരണപ്പെട്ടത് അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരിച്ച അതേ ദിവസം തന്നെ മദീനയിൽ, അപ്പൊ അന്നത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം യാത്ര ചെയ്താലേ നജ്ജാഷിയുടെ നാട്ടിലേക്ക് എത്തുള്ളൂ. അത്ര ദൂരമുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശത്ത് നിന്ന് അതേ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത മദീനയിൽ അറിയിക്കുകയും സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടുകയും അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്കും നമസ്കരിക്കാം. അദ്ദേഹത്തിന് വേണ്ടി ആരും നമസ്കരിച്ചിട്ടില്ല, അങ്ങനെ നമസ്കരിക്കുന്ന ഒരു രൂപത്തിലല്ല അദ്ദേഹത്തിന്റെ കബറടക്കം ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിങ്ങൾ നമസ്കരിക്കണം. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയുന്ന മുസ്ലിങ്ങൾ നമസ്കരിക്കണം. അതോടൊപ്പം തന്നെ ഈ മരിച്ച് ഒരു സ്ഥലത്ത് മറമാടുകയും അദ്ദേഹത്തിന്റെ കബറടക്കവും അദ്ദേഹത്തിന്റെ കഫൻ ചെയ്യലും കുളിപ്പിക്കലും മയ്യത്ത് നമസ്കാരവും ഒക്കെ ഇസ്ലാമിക രീതിയിൽ നടന്നിട്ട് പോലും മറ്റുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി നമസ്കാരം സംഘടിപ്പിക്കുന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹജ്ജിന്റെ വേളയിലോ അല്ലെങ്കിൽ ഉംറക്ക് പോയിട്ടോ മറ്റൊക്കെ മസ്ജിദ് നബവിയിലോ മസ്ജിദുൽ ഹറമിലോ ഒക്കെ വെച്ച് മരണപ്പെട്ട ആളുകളാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും അവിടെ അവർക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ നമസ്കരിക്കുന്നുണ്ട്, മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലുമൊക്കെ. എന്നിട്ടും ഇവിടെയുള്ള ആളുകൾ നമസ്കരിക്കുക എന്ന് പറയുന്നത് തെളിവില്ലാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഈ രംഗത്ത് കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സ്വഹാബിക്ക് വേണ്ടി, അഥവാ നജ്ജാഷി, സ്വഹാബി എന്ന് പറയാൻ പറ്റില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്നാൽ അദ്ദേഹം മുസ്ലിമാണ്, നബിയെ പറ്റി വിവരം അറിഞ്ഞിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കും അതേപോലുള്ള മയ്യത്തുകൾക്ക് നമസ്കരിക്കാം. അതല്ലാത്ത ഒരു മയ്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ല. നബി പല ആളുകളെയും പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞയച്ചിട്ടുണ്ട്. നബിയുടെ സ്വഹാബത്തിൽപ്പെട്ട പല ആളുകളും പല സ്ഥലങ്ങളിലും വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കാർക്കും വേണ്ടി നബി നമസ്കരിച്ചതായിട്ട് നമുക്ക് ഒരു തെളിവും കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല 4 ഖലീഫമാർ അറിയാമല്ലോ നമുക്ക്. ഈ 4 ഖലീഫമാരിൽ 3 പേരും മരിച്ചത് മദീനയിലാണ്. 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് കൂഫയിലാണ്. അവരൊക്കെ മരണപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി മറ്റുള്ള നാടുകളിൽ മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ചതായിട്ട് നമുക്കൊരു തെളിവും ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ സ്വഹാബത്തോ അതല്ലെങ്കിൽ അതിനുശേഷമുള്ള താബിഈ പണ്ഡിതന്മാരോ അത് ഒരു പുണ്യകർമ്മമായിട്ട് കണ്ടിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ രംഗത്ത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സവാബു അന്നൽ ഗായിബ ഇമ്മാത ബിബലദിൻ ലം യുസല്ല അലൈഹി ഫീഹി സുല്ലി അലൈഹി സ്വലാത്തുൽ ഗായിബി കമാ സല്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൻ നജ്ജാഷി. ഒരാൾ മരണപ്പെട്ടത് ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാനില്ലാത്ത സ്ഥലത്താണ് എങ്കിൽ നജ്ജാഷിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം സംഘടിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് നമസ്കാരം സംഘടിപ്പിക്കേണ്ടതുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ വെച്ച് നമസ്കാരം നടത്തേണ്ടതുണ്ട്. എന്നാൽ വലം യുസല്ല അലൈഹി വഇൻ സുല്ലിയ അലൈഹി ഹൈസു മാത ലം യുസല്ല അലൈഹി സ്വലാത്തുൽ ഗായിബ്. അങ്ങനെ ഒരു സ്ഥലത്ത് മരണപ്പെട്ടിട്ട്
അവിടെ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി നമസ്കാരം നടന്നിട്ടുണ്ട് എങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ അവിടെ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കരുത്. ലിഅന്നൽ ഫർള സഖത ബിസ്വലാത്തിൽ മുസ്ലിമീന അലൈഹി, മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചതോടുകൂടി ആ ഒരു ഫറള് വീടിക്കഴിഞ്ഞല്ലോ. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല അലൽ ഗായിബി, ഗായിബായ മയ്യിത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. എന്നാൽ അവർക്ക് വേണ്ടി നമസ്കാരം നടന്നിടത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നമസ്കാരം മദീനയിൽ വെച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നബി ചെയ്തതിലും നമുക്ക് മാതൃകയുണ്ട്, നബി ഒഴിവാക്കിയതിലും നമുക്ക് മാതൃകയുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ശരിയായ രൂപം, ഇനി നമുക്ക് ഒരു സ്ഥലത്ത് മരണപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വെക്കുക, എന്നിട്ടും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നമസ്കരിക്കുക എന്നതാണ് അതിലെ ഏറ്റവും പുണ്യമായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മരണം സംഭവിച്ചു, ആ മരണം നമ്മൾ അറിഞ്ഞില്ല, പിന്നീട് അറിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറടക്കം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഖബറിന്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തെ മുന്നിലായിക്കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കഅബ ഖിബില എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്താണല്ലോ, നമ്മൾ കിഴക്ക് ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ നമസ്കരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം തവണ ഇങ്ങനെ നമസ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ, എന്തെങ്കിലും കരടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പുറത്തു കൊണ്ടുപോയിടുന്ന ഒരു സ്ത്രീ, കറുത്ത ഒരു സ്ത്രീയാണ് ഹദീസിൽ കാണുന്നത്. അവര് മരണപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. എന്നാൽ അവര് കുറച്ച് ദിവസമായി കാണാതായപ്പോ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ അവര് മരണപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബത്ത് നൽകിയ വിവരം. എങ്കിൽ എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾ ഉറങ്ങായിരുന്നു, അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് നമസ്കരിച്ചു, ഖബറടക്കി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയുടെ ഖബറിന്റെ അടുക്കൽ പോയി നമസ്കരിച്ചു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവാലി ഭാഗത്തുള്ള ഒരു സ്ത്രീ വാർദ്ധക്യത്തിലെത്തി വളരെരോഗിയായി കിടന്ന സമയത്ത് പലപ്പോഴായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയുടെ രോഗം സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നും, പിന്നീട് മരണപ്പെടുന്നതിന് മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തുള്ള ആളുകളോട് മരിച്ചാൽ എന്നെ വിവരം അറിയിക്കണട്ടോ എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജനാസ കൊണ്ടുവന്നപ്പോ നബി കൈലൂലത്തിന്റെ ഉച്ചയുറക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. നബിക്ക് അന്ന് നോമ്പുമായിരുന്നു എന്ന ഹദീസിൽ കാണുന്നത്. അപ്പൊ നോമ്പെടുത്ത് ഉച്ചക്ക് ഒരല്പം മയങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കരുതിയിട്ട് അവര് നമസ്കരിച്ചു, ഖബറടക്കി. പക്ഷേ ആ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിന്റെ അടുക്കൽ ഫഅതാ ഖബറഹ ഫസല്ല അലൈഹ, ഖബറിന്റെ അടുക്കൽ പോയിക്കൊണ്ട് നമസ്കരിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് മുസ്ലിങ്ങളായ എല്ലാവർക്കും നമ്മൾ നമസ്കരിക്കണം. അതിൽ നിന്ന് ഒഴിവുള്ളത് ആർക്ക് മാത്രമാണ്? ഷഹീദ് അഥവാ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ, ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ തന്നെ മരണപ്പെട്ട ആ ഷഹീദിന് സുന്നത്തേ ഉള്ളൂ. ഇമാമ് വിചാരിക്കുകയാണ്, അതല്ലെങ്കിൽ ആ യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന സൈനിക നായകൻ വിചാരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമസ്കരിക്കാം, അല്ലെങ്കിൽ നമസ്കരിക്കാതെ കബറടക്കാം, കഫൻ ചെയ്ത് കബറടക്കാവുന്നതാണ്. എന്നാൽ അതേപോലെ തന്നെയാണ് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടികൾ. അതിനി പ്രായം തികയാതെ പെറ്റ ചെറിയ കുട്ടികൾ, 4 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിലും അവർക്കും നമസ്കരിക്കൽ നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. എന്നാൽ നമ്മളത് ഒഴിവാക്കരുത്, വളരെ പുണ്യമുള്ള കാര്യമാണ് എന്നതുകൊണ്ട് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ രംഗത്ത് പഠിപ്പിച്ചു തന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാഫിറിന് വേണ്ടി, മുനാഫിഖിന് വേണ്ടി നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. കാഫിറിനും മുനാഫിക്കിനും, കാരണം മുനാഫിക്കും യഥാർത്ഥത്തിൽ കാഫിറാണല്ലോ, ഉള്ളിൽ കുഫർ വെച്ചുകൊണ്ട് പുറത്തേക്ക് അത് പ്രകടിപ്പിക്കുകയാണല്ലോ. അത് പല രൂപത്തിലൂടെയും നമുക്ക് മനസ്സിലാകും. ഇസ്ലാമിന്റെ ഓരോ അടിസ്ഥാന കാര്യങ്ങളെ വിമർശിക്കുകയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലും ഒക്കെ സ്ഥിരപ്പെട്ടു വന്ന പല കാര്യങ്ങളും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന, മുസ്ലിങ്ങളെ പരിഹസിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിഫാഖിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇത്തരം അത് നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ കാഫിർ, അപ്പോ അവർ ഉയർന്ന ആളുകളാണ്, വലിയ ആളുകളാണ് എന്നതുകൊണ്ട് ഒരു കാഫിറാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും മറ്റുമൊക്കെ വലിയ ആളുകളൊക്കെ മരിക്കുമ്പോൾ ചില ആളുകളൊക്കെ അവർക്ക് വേണ്ടി നിസ്കരിക്കാറുണ്ട്. മതസൗഹാർദ്ദത്തിന്റെയും മറ്റുമൊക്കെ പേര് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു വലിച്ചുകൊണ്ട്, ഇങ്ങനത്തെ ആളുകൾക്ക് നമസ്കരിക്കരുത്, അവർക്ക് വേണ്ടി പാപമോചനം തേടരുത്. ശരിക്കും നിസ്കാരം തന്നെ പാപമോചനം തേടലാണല്ലോ. അതിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പാപമോചനം തേടലാണ്. അപ്പോ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? എവിടെ പാടില്ല എന്ന് പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ആയത്തോതി കൊടുത്തു. 70 തവണ 70 തവണ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കില്ല, പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോ അള്ളാഹു അത് ശരിക്ക് 70 തവണ എന്നല്ല പറഞ്ഞേ, ചിലപ്പോ 71 തവണ ചൊല്ലിയാൽ, പാപമോചനം തേടിയാൽ പുറത്തു കൊടുത്താലോ? അങ്ങനത്തെ ഒരു മനസ്സായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. റസൂലിനെ കൊലപ്പെടുത്താൻ വേണ്ടി തക്കം പാർത്ത് നടന്നിരുന്ന ഒരു മനുഷ്യനോടടക്കം ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ആ റസൂലിന്റെ ഹൃദയത്തിന്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? മരണപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേൾക്കാതെ നമസ്കരിച്ചു. പക്ഷേ അവിടെ നിന്ന് നിമിഷ നേരം കഴിഞ്ഞപ്പോഴേക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങി എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. ഫലം യംകുസ് ഇല്ലാ യസീറൻ ഹത്താ നസലത്തിൽ ആയതാനി മിൻ ബറാഅ. സൂറത്ത് ബറാഅയിലെ 2 ആയത്തുകൾ അതോടുകൂടി ഇറങ്ങി. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ. അവരുടെ ആര് തന്നെയാണ് എങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും അവർക്ക് വേണ്ടി നമസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കർശന നിർദ്ദേശം കൊടുക്കുന്ന, മുസ്ലിങ്ങൾക്ക് കർശന നിർദ്ദേശം കൊടുക്കുന്ന ആയത്ത് ഇറങ്ങി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൂറത്തുൽ ബഖറയിലാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അസ്സലാത്തു അലൽ കാഫിരി വദ്ദുആ ലഹു ബിൽ മഗ്ഫിറത്തി ഹറാമുൻ ബിനസ്സിൽ ഖുർആനി വൽ ഇജ്മാഇ. മുസ്ലിം സമൂഹത്തിന്റെ ഇജ്മാഅ് കൊണ്ടും ഖുർആനിന്റെ നസ്സു കൊണ്ടും ഹറാമാണ് ഇത്തരം കാഫിറുകൾക്ക് വേണ്ടി നമസ്കരിക്കുക എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് അവിടെ നമ്മൾ മതസൗഹാർദ്ദം മറ്റു കാര്യങ്ങളുമല്ല, ഇതൊരു ആരാധനയാണ്. ആരാധന എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, ആർക്കായിരിക്കണം ചെയ്യേണ്ടത്, എപ്പോഴായിരിക്കണം, ഇതൊക്കെ അള്ളാഹു പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും.